വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ VC നിയമന നടപടികളിൽ നിന്നും മുഖ്യമന്ത്രിയെ നീക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചു. നിയമനത്തിനുള്ള പാനൽ മുഖ്യമന്ത്രിക്ക് കൈമാറാനാവില്ലെന്നും ഗവർണർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനം സംബന്ധിച്ച് നിലവിലെ ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ഗവർണർ. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, പറയൂ. ഗൗതം, സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഗവർണർ RVR ലേക്കർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുതിയ അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, ഒന്ന്, നേരത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള പാനൽ തയ്യാറായാൽ ആ പാനൽ മുഖ്യമന്ത്രിക്ക് കൈമാറണം എന്ന ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ നടപടികളിൽ നിന്ന്, വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം. പാനൽ തയ്യാറായി കഴിഞ്ഞാൽ ആ പാനലിലെ എല്ലാവരും വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് യോഗ്യതയുള്ളവരാണ്. അവിടെ നിയമനം നടത്തേണ്ട അധികാരം ചാൻസലർക്കാണ്. അതുകൊണ്ട് ഈ നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഗവർണർ, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് നിലവിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് പരിഷ്കരിക്കണം, ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. കൂടാതെ UGCയെയും കേസിൽ കക്ഷിയാക്കണം എന്നുള്ളതാണ് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചാൻസലർ നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ, സർക്കാരിൻ്റെ ഇടപെടലുകൾ ഒഴിവാക്കുന്നതിനുള്ള നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്ന്, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നേരത്തെ കേസിൽ സമവായത്തിലൂടെ സർക്കാരും ഗവർണറും സമവായത്തിലൂടെ വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നും ഒപ്പം റിട്ടയർഡ് ജഡ്ജ് സുധാംശു ധൂലിയെ സർക്കസ് കമ്മിറ്റി അധ്യക്ഷനാക്കിക്കൊണ്ടൊരു കമ്മിറ്റി സുപ്രീം കോടതി ഉത്തരവിലൂടെ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന 2 പേരും സർക്കാർ നിർദ്ദേശിക്കുന്ന 2 പേരും ഉണ്ടാകും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആ കമ്മിറ്റിയിൽ UGC അംഗത്തെ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നും ഈ നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതുമാണ് ഗവർണർ നൽകിയിട്ടുള്ള അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം UGCയെ കക്ഷി ചേർക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൗതം, സംസ്ഥാന സർക്കാരിനെതിരെ വലിയ നീക്കവുമായി ഗവർണർ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ.